നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യലഹരിയിൽ KSRTC ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിലായത് തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി ബലരാജൻ. കൂത്തുപറമ്പ് ടൗണിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് അപകടം. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. സംസ്ഥാനതല ബധിര കായികമേള ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ തലശ്ശേരിയിൽ 800ഓളം ബധിരമൂക കായിക താരങ്ങൾ മാറ്റിരക്കും. മുൻമന്ത്രി PR കുറുപ്പിന്റെ 24ാം ചരമവാർഷികാചരണത്തിന് ജനുവരി 17 സമാപനം. അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് 1 മാസക്കാലം. സമാപനം കുറിച്ച് PR അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടക്കും. വാർത്തകൾ വിശദമായി. മദ്യലഹരിയിൽ KSRTC ബസ് ഓടിച്ച KSRTC ഡ്രൈവർ അറസ്റ്റിൽ. തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി ബലരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഡീലക്സ് ബസ്സിലെ ഡ്രൈവറാണ് ബൽരാജ്. തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ബസ് സർവീസ് ആരംഭിക്കുന്നതിനായി ബസ് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിച്ചപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ബസ് ഒരു കാറിൽ ഇടിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പരിശോധനയിൽ ഡ്രൈവർ ബലരാജ് മദ്യപിച്ചെന്ന് വ്യക്തമായതോടെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ബലരാജിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് തുടർ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. കൂത്തുപറമ്പ് ടൗണിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് അപകടം. അപകടത്തിൽ കാർ യാത്രികനായ കോഴിക്കോട് സ്വദേശി ഫാദിൽ ഹുസൈന് ദാരുണാന്ത്യം. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അനുദേവ്, അർജുൻ, പ്രണവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കുകളോടെ ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 11:30 അപകടം. ചൊവ്വാഴ്ച രാത്രി 11:30 കൂത്തുപറമ്പ് ടൗണിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന റോഡിലായിരുന്നു അപകടം. തൊക്കിലങ്ങാടി ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വന്ന ജിയോ സാൻഡ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും കൂത്തുപറമ്പ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് കാറിലുള്ളവരെ പുറത്തെടുത്ത് സമീപത്തെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ 4 പേർക്കും സാരമായ പരിക്കായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി ഫാദിൽ ഹുസൈൻ മരണപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന അനുദേവ്, അർജുൻ എന്നിവർ മിംസ് ആശുപത്രിയിലും പ്രണവ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും ചികിത്സയിലാണ്. ഈസ്റ്റ് പള്ളൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. പണവും സ്വർണവും നഷ്ടപ്പെട്ടതായി വീട്ടുടമ. ഈസ്റ്റ് പള്ളൂർ പഴയ ESIക്ക് സമീപം PK വൈഷ്ണു മനോജിൻ്റെ ഹിതം വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. 12,000 രൂപയും 1 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ലോക്കറ്റുമാണ് മോഷണം പോയത്. തിങ്കളാഴ്ച രാത്രി 9-നും ചൊവ്വാഴ്ച പുലർച്ചെയുമാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വീട് പൂട്ടി ഭാര്യയുടെ വീട്ടിൽ പോയ സമയത്താണ് മോഷ്ടാക്കൾ മുൻവശത്തെ വാതിലും പിറകുവശത്തെ ഗ്രിൽസും തകർത്ത് കവർച്ച നടത്തിയത്. കേരള പോലീസിന്റെ സഹായത്തോടെയുള്ള ഡോഗ് സ്ക്വാഡ് ബൈപ്പാസ് റോഡ് വരെ ഓടി. CCTV ക്യാമറ പരിശോധിക്കുന്നതിന് ക്രൈം സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയതായി പള്ളൂർ പോലീസ് അറിയിച്ചു. കക്ക ശേഖരിക്കാൻ കൂട്ടുകാർക്കൊപ്പം പുഴയിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട ആളുടെ മൃതദേഹം കണ്ടെത്തി. അണ്ടല്ലൂർ കാവിന് മുൻവശം വട്ടക്കണ്ടിയിൽ ഹൗസിൽ C രാജീവാണ് മരണപ്പെട്ടത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ ചിറക്കുനി ബോട്ട് ജെട്ടി പരിസരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അണ്ടല്ലൂർ കാവിന് മുൻവശം വട്ടക്കണ്ടിയിൽ ഹൗസിൽ C രാജീവനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ ചിറക്കുനി ബോട്ട് ജെട്ടി പരിസരത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച സന്ധ്യയോടെ വേലിയിറക്ക സമയം പാലയാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പിറകിലായി അഞ്ചരക്കണ്ടി പുഴയിൽ ഇറങ്ങിയതായിരുന്നു. കൂട്ടുകാർ തിരിച്ചു കയറിയെങ്കിലും രാജീവൻ ഒഴുക്കിൽ അകപ്പെട്ട് ഒലിച്ചുപോയി. ചൊവ്വാഴ്ച ധർമ്മടം പോലീസും അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല. പ്രജിതയാണ് ഭാര്യ. നിജിൻ, പ്രത്യുഷ എന്നിവർ മക്കളാണ്. സുശീൽ, ശ്രീഷ്മ എന്നിവർ മരുമക്കളും ബേബി, അജിത, സുധാകരൻ എന്നിവർ സഹോദരങ്ങളുമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനായിരുന്നു തലശ്ശേരിയിലെ AP മഹമ്മൂദ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും തലശ്ശേരി നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന AP മഹമ്മൂദിൻ്റെ സ്മരണയ്ക്കായി തലശ്ശേരി മണ്ഡലം
മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം നജീബ് കാന്തപുരം MLAക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ എത്രമാത്രം കറകളഞ്ഞ ഒരു സമർപ്പണം ചെയ്ത പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നല്ലപോലെ അറിയാം. അന്ന് കോളേജിൽ ഞങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു 5-6 ആളുകളാണ്, 8-10 ആളുകളാണ് അന്നത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതിലൊരാൾ തന്നെയില്ല. അപ്പോൾ ആ ടീം മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാൻ എപ്പോഴും മുഹമ്മദിനെ ഓർക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ ആ പ്രവർത്തനം അദ്ദേഹം മരണം വരെ നിലനിർത്തി. ഇടയ്ക്ക് ഒഫീഷ്യൽ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും വന്ന് പൊതുജീവിതത്തിലിറങ്ങി അങ്ങനെ എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാതൃകാ യോഗ്യരായ, നിസ്വാർത്ഥനായ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രവർത്തകനാണ് മഹമ്മൂദ്. അദ്ദേഹത്തെ ഓർക്കുന്നതിലേക്ക് അങ്ങേയറ്റം. തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന AP മഹമ്മൂദിന്റെ സ്മരണയ്ക്കായി തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഹോട്ടൽ നവരത്ന ഇൻ ഓഡിറ്റോറിയത്തിൽ നജീബ് കാന്തപുരം MLAക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവനാസമ്പന്നനായ ദീർഘവീക്ഷണമുള്ള പൊതുപ്രവർത്തകനാണ് നജീബ് കാന്തപുരമെന്നും അർഹതപ്പെട്ട കൈകളിലേക്കാണ് പുരസ്കാരം എത്തിയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ നജീബിനോട് പറയുന്നത് എന്തിനും ഒരു റെക്കോർഡാണ്. ഏറ്റവും പമ്പിച്ച, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവും ഇവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷമുള്ള നിയമ പോരാട്ടം അതും ജയിച്ചിരിക്കുകയാണ് നജീബ് കാന്തപുരം എന്ന് പറയാതിരിക്കാനില്ല. പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിയോജകമണ്ഡലത്തിൽ ചെന്ന് ആ നിയോജകമണ്ഡലം നിലനിർത്തിയ റെക്കോർഡ്, അതിന് ഞാൻ നജീബിനോട് നന്ദി പറയാണ്. എനിക്ക് എല്ലാവർക്കും വേണ്ടി നജീബ് പിന്നെ എല്ലാ കാലത്തും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു സർവകലാ വല്ലഭൻ തന്നെയാണ്. സാഹിത്യത്തിലുണ്ട്, പുസ്തകത്തിലുണ്ട്, എഴുത്തിലുണ്ട്, ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തുണ്ട്. അതുപോലെ തന്നെ നല്ല ഭാവനാസമ്പന്നനായ ഒരു ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ സംഭവമായി മാറി പെരിന്തൽമണ്ണയിൽ. അദ്ദേഹത്തെ ജനപ്രതിയാക്കിയതിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട്. ജില്ലയ്ക്ക് തന്നെ വലിയ സംഭാവനയായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ അവിടെ. തലശ്ശേരി നവരത്ന ഇൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് AK ആബൂട്ടി ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷാനിദ് മേക്കുന്ന് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC വടകര അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, KT സഹദുള്ള, TP മുസ്തഫ, KC അഹമ്മദ്, N മഹമ്മൂദ്, VA നാരായണൻ, സാക്കിർ പിലാക്കണ്ടി, AP ജംഷിദ് മഹമ്മൂദ്, ബഷീർ ചെറിയാണ്ടി, N മൂസ, ഖാലിദ് മാസ്റ്റർ, ആര്യ ഹുസൈൻ, സുലൈമാൻ കിഴക്കയിൽ, പള്ളിക്കണ്ടി യൂസഫ് ഹാജി, CKP മമ്മു, CKP റയീസ്, PK യൂസഫ് മാസ്റ്റർ, തസ്ലീം ചേറ്റങ്കുന്ന്, PP മുഹമ്മദ് അലി, റഷീദ് തലായി, C അഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്തായാലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വകാര്യ ആളുകളൊക്കെ തന്നെ പാലിയേറ്റീവിൻ്റെ യൂണിറ്റുകളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും പോയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാല് വയ്യാത്തവരൊക്കെ തന്നെ കാല് തടവി നന്നായിട്ട് തന്നെ കുറേ നേരത്തേക്കുള്ള അവർക്ക് ശുശ്രൂഷ ലഭിക്കുമ്പോൾ അവർക്ക് അതൊക്കെ തന്നെ ലഭിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും നമ്മുടെ മുഖമുദ്രയായിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളും മറ്റും നൽകുന്നതിൽ നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ മൊയ്തു ഇവിടെ ഉണ്ട്, പത്തായത്തിൽ മൊയ്തു അവിടെ വാട്ടർ ഇതൊക്കെ കൊടുത്തു ഇവിടെ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ആളുകളും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ സഹായം എന്ന് പറഞ്ഞാൽ ഉദാര മനസ്സ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രിക പതിയൻ്റെവിട, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ P മഹിജ, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ NP അനിത, മെമ്പർ K ജിഷ, സംഘാടക സമിതി കൺവീനർ KP നന്ദനൻ, HMC അംഗം മൊയ്തു പത്തായത്തിൽ എന്നിവർ സംസാരിച്ചു.
മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീക്ഷിത് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് നഴ്സ് സതി, ഡ്രൈവർ രാജൻ എന്നിവരെ KP മോഹനൻ MLA ആദരിച്ചു. പാലിയേറ്റീവ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മനസ്സിൽ സംഗീതത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച് MLA ആലപിച്ച ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനം ഏറെ ഹൃദ്യമായിരുന്നു. നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻവിഴിയിലലിയുമൻ ജീവരാഗം. തുടർന്ന് സ്റ്റാഫ് നഴ്സ് MK മിനി വളണ്ടിയർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡ് അംഗം ഗിരീഷ് പോതിയാലും സംഘവും അവതരിപ്പിച്ച ഗാനാഞ്ജലിയും അരങ്ങേറി. രോഗികൾക്ക് മാനസികമായി ആശ്വാസമേകാൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ലൈബ്രറിക്ക് KP മോഹനൻ MLA ആദ്യഘട്ടമെന്ന നിലയിൽ 100 പുസ്തകങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനതല ബധിര കായികമേള ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ തലശ്ശേരി നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയികളെത്തുന്ന 800ഓളം ബധിര മൂക കായിക താരങ്ങൾ മാറ്റിറക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ കേൾവി ശേഷിയും സംസാരശേഷിയും ഇല്ലാത്ത വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെ കായിക മേള തലശ്ശേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ ഓഫ് ദ ഡെഫ് സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ ഓഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് തലശ്ശേരി ജസ്റ്റിസ് PR കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു സ്വാഗത സംഘ രൂപീകരണം ഞങ്ങളൊരു 4 മാസം മുമ്പ് നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറുടെ സാന്നിധ്യത്തിലായിരുന്നു അത് നടത്തിയിരുന്നത്. അതിനുശേഷം ഇതിന്റെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട സ്പീക്കറിന്റെ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് 13/7/2024. നേരത്തെ നമ്മൾ നിശ്ചയിച്ചിരുന്നത് ജനുവരി 11, 12, 13 തീയതികളിലാണ്. അപ്പോ വിവിധ കാരണങ്ങളാൽ ആ ഡേറ്റ് മാറ്റി ഈ വരുന്ന ഫെബ്രുവരി 6, 7, 8 തീയതികളിലാണ് തലശ്ശേരിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 800ഓളം വിവിധ കായിക താരങ്ങളായിട്ട് തലശ്ശേരിയിലെത്തും. അവരുടെ ടീമിന്റെ ഒഫീഷ്യൽ ആൾക്കാരും ചില രക്ഷിതാക്കളും അടക്കം ഏകദേശം 1000 ആൾക്കാരോട് തലശ്ശേരി വരും. കേരള ബധിര കായിക കൗൺസിലാണ് കായികമേളയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇത് സർക്കാർ അംഗീകാരമുള്ള സംഘടനയാണെങ്കിലും കഴിഞ്ഞ 6 വർഷമായി മേള നടത്താനുള്ള ഫണ്ട് അനുവദിക്കാത്തത് സാമ്പത്തികമായി കൗൺസിലിനെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ കടമ്പ മറികടക്കാൻ സ്വന്തമായി ഫണ്ട് സമാഹരിച്ചു വരികയാണെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ K. അഷ്റഫും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പുരുഷോത്തമനും പറഞ്ഞു. കായിക താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും താമസം, ഭക്ഷണം, ഗ്രൗണ്ട് സജ്ജീകരണം തുടങ്ങിയവ ഒരുക്കാൻ 15 ലക്ഷത്തോളം രൂപ മേളക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനായി കൂപ്പൺ പിരിവ്, സർക്കാർ അനുമതിയോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ കൂടാതെ ഉദാരമതികളിൽ നിന്നും കായിക കൂട്ടായ്മകളിൽ നിന്നും സമാഹരിക്കുന്ന തുകയും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. സ്വാഗത സംഘ സെക്രട്ടറി MN അബ്ദുൾ റഷീദ്, ട്രഷറർ AK ബിജോയ്, വൈസ് പ്രസിഡന്റ് PP സനിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. MT വാസുദേവൻ നായരുടെ ഏറ്റവും മികച്ച നോവൽ രണ്ടാമൂഴമാണെന്ന് നിരൂപകൻ KB സജയ്. പന്ന്യന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പടിയിറങ്ങിയ കാലം MT അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രണ്ടാമൂഴം 75 പതിപ്പുകളാണ് പുറത്തിറങ്ങിയത്. MTയുടെ ഏറ്റവും മികച്ച നോവലാണ് രണ്ടാമൂഴമെന്നും KB സജയ് പറഞ്ഞു.
എന്തുകൊണ്ട് NTA പോലൊരു നോവലിസ്റ്റ് ഈ നിഷാദ പിതൃത്വം ഭീമന് മേൽ ആരോപിക്കുകയല്ല, വളരെ കൺവിൻസിംഗ് ആയി അല്ലേ വായനക്കാരെ പൂർണ്ണ സമ്മതിയോടുകൂടി ഈ നിഷാദ പിതൃത്വം ഭീമന് നൽകുന്നു NTA പോലൊരു എഴുത്തുകാരൻ എന്നത് വളരെ പ്രധാനമാണ്. അത് ഭാവന കൊണ്ടുള്ളൊരു ക്രീഡയല്ല, മറിച്ച് എങ്ങനെ ഒരുവന്റെ നിറം അവനെ ഒറ്റപ്പെടുത്തുന്നു, അവനെ ഭീമമായി ഒറ്റപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചുള്ള പരോക്ഷമായ ആഖ്യാനം കൂടിയായിരുന്നു NTയുടെ രണ്ടാം ഊഴം. നമ്മൾ നാലുകെട്ട കാലം എന്നെല്ലാം പറയുമ്പോൾ ഏറ്റവും അധികം ഒരു പക്ഷേ മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു NT നോവൽ രണ്ടാം ഊഴമായിരിക്കും. 75 പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, 80 തൊട്ട് ഇങ്ങോട്ട്. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ യുക്തി ഇതാണ്. എങ്ങനെ ഒരുവന്റെ ദളിത സ്വത്വം അവനെ ഏകാഗിയാക്കുന്നു എന്നതിനെ കുറിച്ച് കൂടിയാണ് NTയുടെ രണ്ടാം ഊഴം എന്ന ഏറ്റവും മികച്ച ആ നോവൽ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ NTയുടെ ഏറ്റവും മികച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടാം ഊഴം. ഗോപിനാഥ് കീഴാറ്റിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് KM രാജൻ മാസ്റ്റർ സ്വാഗതവും സാംസ്കാരിക വേദി കൺവീനർ പ്രമോദ് പച്ചാറത്ത് നന്ദിയും പറഞ്ഞു. പന്നിന്നൂർ അരിയാക്കൽ UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്,
കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. സോഷ്യലിസ്റ്റും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിൻ്റെ 24ാം ചരമവാർഷികാചരണം ജനുവരി 17-ന് അനുസ്മരണ റാലിയോടെ പൊയിലൂരിൽ സമാപിക്കും. ഒരു മാസക്കാലം വൈവിധ്യമാർന്ന പരിപാടികളാണ് അനുസ്മരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പാഞ്ഞൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് രാവിലെ പുത്തൂരിലെ PR കുറുപ്പിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരിപാടികൾ നടത്തും. അന്ന് തന്നെ പുത്തൂരിൽ വെച്ച് പാർട്ടിയുടെ മുൻകാല പ്രവർത്തകർ അലിംഗസേനകൾ ചന്ദ്രശേഖരൻ കുഞ്ഞാമക്കുറുപ്പ്, അതുപോലെ സഹാബിയാറിനെയും അനുസരണ പ്രഭാഷണം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് തുടർന്നിങ്ങോട്ട് ഈ വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയുണ്ടായി. ഈ അഖില കേരള ചിത്രരചനാ മത്സരം, തെരുവോര മത്സരം, തെരുവോര ചിത്രരചനാ മത്സരം, കുടുംബ സമരം, ഏതാണ്ട് 50ഓളം കുടുംബ സംഭവങ്ങൾ സംഗമങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ, യൂത്ത് മീറ്റ് ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 11-ന് വടക്കോട്ട് നിന്ന് ആരംഭിച്ച് സെൻട്രൽ പൊയിലൂർ, തോക്കുന്ന വടക്കേ പൊയിൽ വഴി ചെറുപ്പറമ്പ് കുന്നത്തോട് വഴി നേരെ പാനൂരിലേക്ക് നടന്ന സമാപനം പാനൂർ വെച്ചായിരുന്നു. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റായിട്ടുള്ള VP നവകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത്. വൈകിട്ട് 4-ന് വടക്കേ പൊയിലൂരിൽ നടക്കുന്ന മഹിളാ സംഗമം രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക പതിയന്റവട അധ്യക്ഷയാവും. തുടർന്ന് വടക്കേ പൊയിലൂരിൽ നിന്ന് ആരംഭിക്കുന്ന അനുസ്മരണ റാലി വൈകിട്ട് 6-ന് സെൻട്രൽ പൊയിലൂരിൽ സമാപിക്കും. പൊതുസമ്മേളനം രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ അധ്യക്ഷനാവും. KP മോഹനൻ MLA, സലീം മടവൂർ, EP ദാമോദരൻ മാസ്റ്റർ, PK പ്രവീൺ, ഉഷാരേരോത്ത് തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. രാത്രി 8-ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ അധീന നാടക, നാട്ടറിവ്, വീട്, പാട്ടുറവ, നാട്ടുപാട്ടരങ്ങ് എന്നിവ അവതരിപ്പിക്കും. 2024 ഡിസംബർ 18-ന് പ്രമുഖ സോഷ്യലിസ്റ്റ് VK കുഞ്ഞിരാമൻ ദീപം തെളിയിച്ചതോടെ ആരംഭിച്ച ചരമവാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി അനുസ്മരണ സമ്മേളനങ്ങൾ, സോഷ്യലിസ്റ്റ് കുടുംബ സംഗമങ്ങൾ, തെരുവോര ചിത്രരചന, പുസ്തകോത്സവം, സ്വർണ്ണ മെഡലുകൾക്കായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം, സഹകാരി സംഗമം, യൂത്ത് മീറ്റ്, സ്മൃതിയാത്ര തുടങ്ങിയ പരിപാടികൾ നടത്തിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ
സ്വാഗത സംഘം ചെയർമാൻ CKB തിലകൻ, ജനറൽ കൺവീനർ PP പവിത്രൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ KP റിനിൽ, RJD ജില്ലാ സെക്രട്ടറി N ധനഞ്ജയൻ, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് TP അനന്തൻ എന്നിവർ പങ്കെടുത്തു. റോഡിൽ കുഴഞ്ഞു വീണ യുവതിയുടെ ജീവൻ CPR നൽകി രക്ഷിച്ച ചൊക്ലി VP ഓറഞ്ചൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ആദരിച്ചു. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലും സൈലം ലേണിംഗ് ചേർന്നാണ് ആദരം ഒരുക്കിയത്. ചുക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷ എലോണ, ഖദീജത്തുൽ ഖുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവരെ കോഴിക്കോട് മൈത്ര ആശുപത്രിയും സൈലം ലേണിംഗും സംയുക്തമായി ആദരിച്ചു. VP ഓറിയന്റൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായി. പാഠ്യപദ്ധതിയുടെ ഭാഗമായി CPR പരിശീലനം ലഭിച്ച ദിവസം തന്നെയാണ് കൺമുന്നിൽ കുഴഞ്ഞു വീണ യുവതിയുടെ ജീവൻ ഭയപ്പെട്ട് മാറി നിൽക്കാതെ സധൈര്യം പ്രഥമ ശുശ്രൂഷ നൽകി വീണ്ടെടുക്കുന്നതിന് 3 കുട്ടികളും തയ്യാറായത്. അടിയന്തര ജീവൻ രക്ഷാമാർഗങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സ്വായത്തമാക്കുന്ന കുട്ടികൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കുന്നതിനും തയ്യാറാകുന്നുവെന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ അതും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. ഹൃദയസംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, രക്തത്തിൻ്റെ ചംക്രമണം തടസ്സപ്പെടുമ്പോൾ കുഴഞ്ഞു വീണ് മരണത്തിന് കാരണമായേക്കാം. എന്നാൽ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ബോധരഹിതരായി പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അനുഭവവും അതാണ്. ഇനി അപകടത്തിൽ പരുക്കേറ്റ ഏറ്റവും ശരിയായ രീതിയിൽ ആ പേഷ്യൻറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഡോക്ടർമാർക്ക് അവരെ സംരക്ഷിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. സാധാരണ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഗോൾഡൻ അവറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ 1 മണിക്കൂർ അപകടമുണ്ടായിട്ട് ആദ്യത്തെ 1 മണിക്കൂർ മുമ്പിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ശരിയാവണ്ണം എത്തിക്കാൻ സാധിച്ചാൽ കുറേ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ പേഷ്യൻറ്റിനെ അവിടെ എത്താനുള്ള ആരോഗ്യത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുക? കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് ഉപകരിക്കുന്നതിനായി മൈത്ര ആശുപത്രി നൽകിയ ടാബ്ലറ്റുകൾ ശൈലജ ടീച്ചർ സമ്മാനിച്ചു. കുട്ടികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിന് അംഗീകാരമായി സൈലം ലേണിംഗ് ആപ്പ് 3 പേർക്കും +2 പൂർത്തിയാക്കുന്നത് വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ പാക്കേജ് സൗജന്യമായി നൽകി. മൈത്ര ആശുപത്രി തലവൻ ഡോക്ടർ MP രാജീവ്, എമർജൻസി മെഡിസിൻ തലവൻ ഡോക്ടർ AM മുഹമ്മദ്, മാർക്കറ്റിംഗ് ഹെഡ് P പ്രവീൺ നായർ, സൈലം ലേണിംഗ് ആപ്പ് പ്രതിനിധി CK സുധീഷ്, പ്രധാനാധ്യാപകൻ PP രമേശൻ തുടങ്ങിയവരും സംബന്ധിച്ചു. വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു നയിച്ച വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാഞ്ഞൂരിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പാഞ്ഞൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്വീകരണവേദിയായ പാഞ്ഞൂർ ബസ് സ്റ്റാൻഡിലേക്ക് സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാഞ്ഞൂരിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. പാഞ്ഞൂർ മേഖലയിലെ വ്യാപാരി നേതാക്കളുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചാനയിച്ചു. പാഞ്ഞൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ബസ് സ്റ്റാൻഡിലെ സ്വീകരണ വേദിയിലേക്ക് നേതാക്കളെയും ജാഥ സ്വീകരണ സമ്മേളനത്തിൽ പാഞ്ഞൂർ നഗരസഭാ കൗൺസിലർ KK സുധീർ കുമാർ അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ES ബിജു, S ദിനേശ്, V ഗോപിനാഥ്,
കെ സഹദേവൻ, വി പാപ്പച്ചൻ, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. PK ബാബു സ്വാഗതം പറഞ്ഞു. പ്രവാസികളായിട്ടുള്ള ആളുകൾ ഈ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ വഴിസൈഡിൽ ഒത്തുകൂടി. ഞങ്ങൾ ഉദ്ദേശിച്ചതും അതാണ്. ഈ ജാഥ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ജാഥ ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ജാഥ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അത് ചുമട്ടുതൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുമായിട്ടുള്ള സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജാഥ. ഈ ജാഥ എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ യുവജനങ്ങൾക്കും ഇവിടുത്തെ മഹിളകൾക്കും വേണ്ടിയിട്ടാണ് ഈ ജാഥ. ഈ ജാഥ നമ്മുടെ സമൂഹത്തിലെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് ജാഥയുടെ മുദ്രാവാക്യങ്ങൾ. ഈ ജാഥ വ്യാപാര മേഖലയിലെയും വ്യവസായ മേഖലയിലെയും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് ജാഥ. അതുകൊണ്ടാണ് മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാനൂരിലെ ഇതിന്റെ ധീരമായ നേതൃത്വം നൽകുന്ന ഇതിന്റെ സംഘടനാ നേതാക്കന്മാർ വെള്ളയും നീലയും അണിഞ്ഞ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ ഈ ജാഥയെ വരവേൽക്കാൻ ഈ പൊരിവെയിലേക്ക് തയ്യാറായി. ചൊക്ലി പുടിയനമ്പ്രം മുസ്ലിം EP സ്കൂളിൽ സജ്ജീകരിച്ച കുട്ടികളുടെ പാർക്ക് വ്യാഴാഴ്ച തുറക്കും. പാർക്കിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സബ് ജില്ലാ ശാസ്ത്ര കലാമേളയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്നും പ്രധാനാധ്യാപകൻ അറിയിച്ചു. കുട്ടികൾക്കായി മനോഹരമായ പാർക്കാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. പഠനത്തോടൊപ്പം കളിയിലൂടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ റീന, പ്രസീത എന്നിവരുടെ മുഖ്യ സ്പോൺസർഷിപ്പിലാണ് പാർക്ക് പണി കഴിപ്പിച്ചത്. പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിക്കും. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ പാർക്ക് കുട്ടികൾക്ക് തുറന്നു കൊടുക്കുന്നത്. പാനൂർ നഗരസഭാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട KP ഹാഷിം ജനുവരി 16 വ്യാഴാഴ്ച കുട്ടികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇനി ആർത്തുല്ലസിച്ചുകൊണ്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും കുട്ടികൾക്ക് വേണ്ടി ഈ വിദ്യാലയം ഒരുക്കി. വാർഡ് അംഗം V നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ചുക്ലി AEO K ഗീത വിവിധ മേളകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും. സ്കൂൾ മാനേജർ EK മഹമ്മൂദ്, PTA പ്രസിഡന്റ് നഡാൽ സക്കീർ, MIM പ്രസിഡന്റ് KP മുസ്തഫ, മദർ PTA പ്രസിഡന്റ് സൗമ്യശ്രീ, സ്കൂൾ ലീഡർ ഷസ റഫ്സീൻ തുടങ്ങിയവർ സംസാരിക്കും. പ്രധാനാധ്യാപകൻ TK അബ്ദുൽ സലീം സ്വാഗതവും PC ജലീൽ നന്ദിയും പറയും. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പാനൂർ പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സാന്ത്വനയാത്ര സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഫ്ലാഗ് ഓഫ് ചെയ്തു. പാനൂർ പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സ്നേഹ സാന്ത്വനയാത്ര സംഘടിപ്പിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഫ്ലാഗ് ഓഫ് ചെയ്തു. PP സുലൈമാൻ ഹാജി അധ്യക്ഷനായി. NK ഉമർ, പള്ളിക്കണ്ടി യൂസഫ് ഹാജി, TK ഹമീദ്, T റസാഖ് ഹാജി, T അബൂബക്കർ, V സുരേന്ദ്ര മാസ്റ്റർ, റിയാസ് നെച്ചോളി, KM അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. യാത്രയ്ക്ക് ഷാഹിനിയുടെ നേതൃത്വത്തിലുള്ള വനിതാ വളണ്ടിയർമാരും KM റഹീസിന്റെ നേതൃത്വത്തിലുള്ള പുരുഷ വളണ്ടിയർമാരുമാണ് നേതൃത്വം നൽകുന്നത്. ബേങ്കൽ ഹനീഫ സ്വാഗതവും നെല്ലൂർ സമീർ നന്ദിയും പറഞ്ഞു. 20ഓളം കിടപ്പ് രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും വളണ്ടിയർമാരുമടക്കം 50 പേരടങ്ങുന്ന സംഘമാണ് യാത്രയിലുള്ളത്. കണ്ണൂരിൽ നിന്നും വന്ദേ ഭാരത് ട്രെയിനിൽ എറണാകുളത്തേക്ക് യാത്ര പോവുകയും 2 ദിവസം എറണാകുളത്ത് താമസിച്ച് ലുലു മാൾ, ഫോർട്ട് കൊച്ചി, ലുലു മാൾ, വാട്ടർ മെട്രോ, മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് സംഘം മടങ്ങുക. സ്നേഹ സാന്ത്വനയാത്ര യാത്രയിൽ പങ്കാളികളായവർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് KP ഹാഷിം പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ.
ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഒരുക്കുന്നു ഞങ്ങൾ പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. ചൊക്ലി പഞ്ചായത്തിന്റെ കീഴിലുള്ള ചൊക്ലി ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ് ആരോഗ്യ മന്ത്രി കെട്ടിട ശിലാസ്ഥാപന കർമ്മം നടന്നു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്തിന്റെ കീഴിലുള്ള ചൊക്ലി ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ് ആരോഗ്യ മന്ത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും അതോടൊപ്പം തന്നെ അന്ന് ആ ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തോടുള്ള സ്ഥലം ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് FHSC കുടുംബാരോഗ്യ കേന്ദ്രം ഇത്രയും വിശാലമായി നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 1 ഏക്കർ 32 സെന്റ് സ്ഥലത്ത് FHSC നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ നാട്ടിലെ ചൊക്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ കയ്യും മെയ്യും മാറുന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൊക്ലി കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മേഖലക്കകത്ത് ഉയർന്നു വന്നത്. എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ആളുകൾ, എന്നും ഭരണസമിതിയോടും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രണ്ടും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ സ്നേഹത്തോടെ
ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാർഡംഗം KP ഷിനോജ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗം T ജയേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീനില ശ്രീജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VM റീത്ത, AE ആനന്ദ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ഉദയൻ മാസ്റ്റർ, NP സജിത, CC നിഷാനന്ദ്, T ദിനരാജ് എന്നിവർ സംസാരിച്ചു. ബിലാവിലേരി ഉമ്മർ, മുസ്തഫ, റഫീഖ് എന്നിവർ സൗജന്യമായി നൽകിയ 6 സെന്റ് സ്ഥലത്ത് സർക്കാർ ഗ്രാന്റ് ഫണ്ട് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊന്നം പ്രീമിയർ ലീഗ് സീസൺ 5 മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ലയൺസ് പൊന്നം ടീം അംഗങ്ങൾക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. പൊന്നംപാലം പരിസരത്താണ് സ്വീകരണം ഒരുക്കിയത്. പൊന്നംപാലം പരിസരത്താണ് സ്വീകരണം ഒരുക്കിയത്. ടീം അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ PPL എന്ന കായിക മാമാങ്കം വാസ്തവത്തിൽ കുറച്ച് വർഷങ്ങളായി പൊന്നം പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിനെയും പൊന്നം പരിസരങ്ങളെയെല്ലാം തന്നെ ആഹ്ലാദ തിമിർപ്പിൽ ആടിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു വരികയാണ്. നമ്മുടെ പഞ്ചായത്തിന് തൊട്ടപ്പുറത്ത് പൊന്നത്തങ്കം എന്ന പേരിൽ അതിപ്രശസ്തമായിട്ടൊരു വലിയ പരിപാടി അതും ഏതാനും വർഷങ്ങളായി നടത്തി വരികയാണ്. ഈ മേഖല ആകെ നോക്കുമ്പോൾ വലിയൊരു യുവജന പങ്കാളിത്തം ഈ 2 പരിപാടികളിലുമായി കാണുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ആഹ്ലാദകരമാണ്. കാരണം ഞാനൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്കും പഞ്ചായത്തിലെ പൊതുപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലെയും പൊതുവായ പങ്കാളിത്തത്തിൽ വളരെ നേർത്ത ശതമാനമാണ് യുവജനങ്ങളുടെ പങ്കാളിത്തം പറയുന്നത്. ടീം ക്യാപ്റ്റൻ VM അർജുൻ അധ്യക്ഷനായി. ടീം മാനേജർ നിസാർ സഫ സ്വാഗതം പറഞ്ഞു. സായാഹ്നം ന്യൂസ് പ്ലസ് ചീഫ് എഡിറ്റർ PM അഷ്റഫ്, TT അലി ഹാജി, അശോകൻ കുന്നുമൽ, റഫീഖ് പാറയിൽ, രൺദീപ്, TK സഫീർ, സനിൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. പാനൂർ PR ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കഥാകൃത്ത് TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുസ്തക സംവാദവും സംഘടിപ്പിച്ചു. സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ ഗാന്ധിയനുമായിരുന്ന KP റഹീം അനുസ്മരണവും ശ്രീധരൻ ചെമ്പാട് എഴുത്തും ജീവിതവും പുസ്തക സംവാദവുമാണ് സംഘടിപ്പിച്ചത്. ഗ്രന്ഥകാരൻ TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോഴേ സാഹിത്യകാരന്മാർ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പാർട്ടിയിലുമില്ലെങ്കിൽ നല്ല എഴുത്തുകാരനായാൽ പോലും മതിയായ വേദി ലഭിക്കാത്ത സാഹചര്യമാണ് വർത്തമാനകാലത്തുള്ളതെന്നും TKD മുഴപ്പിലങ്ങാട് പറഞ്ഞു. കലാസമിതികളുടെയും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ഒക്കെ പരിപാടികളിൽ ഒരു പ്രാസംഗികൻ വേണം എന്നാദ്യം ആലോചിക്കുമ്പോൾ റഹീം മാസ്റ്ററുടെ പേരാണ് ആദ്യം തന്നെ വരിക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം എന്നുള്ളത് പ്രസംഗ കല എങ്ങനെ അവതരിപ്പിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ റഹീം മാസ്റ്ററുടെ പ്രസംഗങ്ങളും ആണ്. ധാരാളം എഴുതാൻ കഴിവുള്ള ഒരാള്, നല്ല ഭാഷാ സ്വാധീനമുള്ള ഒരാള്, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ലാത്ത ഒരാള് അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അഭിപ്രായക്കാരനാണ്. സർക്കസുമായി ബന്ധപ്പെട്ട കഥാകാരൻ എന്നാണ് ശ്രീധരൻ ചെമ്പാടിനുള്ള വിശേഷണം. പക്ഷേ സർക്കസ് മാത്രമല്ല ശ്രീധരൻ ചെമ്പാടിൻ്റെ വിഷയമായി മാറിയിട്ടുള്ളത്. നോവലിനായാലും ഫീച്ചറുകൾക്കായാലും മറ്റ് ലേഖനങ്ങൾക്കായാലും
അനേകം വ്യത്യസ്ത വിഷയങ്ങൾ ശ്രീധരൻചമ്പാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. PR ലൈബ്രറി പ്രസിഡന്റ് KP മോഹനൻ MLA അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VP ചാത്തുമാസ്റ്റർ, KP റഹീം അനുസ്മരണ പ്രഭാഷണം നടത്തി. KP രമേഷ് ബാബു വിഷയാവതരണം നടത്തി. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം മോഡറേറ്ററായി. ജയചന്ദ്രൻ കരിയാട് സ്വാഗതവും K കുമാരൻ നന്ദിയും പറഞ്ഞു. മാടപ്പീടിക വയലളം ശ്രീ രാധാകൃഷ്ണമഠം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷികവും ഗുരുദേവ മണ്ഡപ സമർപ്പണവും പ്രതിഷ്ഠാകർമ്മവും നടന്നു. 2 ദിവസങ്ങളെ നടന്ന പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നടത്തുറക്കൽ, മലർ നിവേദ്യം, ഉഷപൂജ, ഗണപതി ഹോമം, സുദർശന ഹോമം, പഞ്ചകലശപൂജ, പഞ്ചശുദ്ധി പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ, നടത്തുറക്കൽ, ദീപാരാധന, സഹസ്രനാമാർച്ചന തുടങ്ങിയവ ക്ഷേത്രത്തിൽ നടന്നു. വൈകിട്ട് 6 മണിക്ക് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹ ഘോഷയാത്ര വയലളം ശ്രീ രാധാകൃഷ്ണ മഠം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി 8 മണിക്ക് അത്താഴ പൂജയും നടന്നു. തുടർന്ന് ബീറ്റ്സ് ഓഫ് ജഗന്നാഥ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും നടന്നു. ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മണ്ണിൽ നിന്നും പൂജിച്ചു കൊണ്ടുവരുന്ന വിഗ്രഹ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. ആശീർവദിക്കും അനുഗ്രഹിക്കുന്ന സ്നേഹമുണ്ട്. നമ്മുടെ കാലത്ത് 9-10 ശുഭമുഹൂർത്തത്തിൽ ശിവഗിരിമഠം സ്വാമി പരമാനന്ദ ക്ഷേത്രതന്ത്ര ഡോക്ടർ വിനായക ചക്രതീശ്വരൻ എന്നിവരുടെ മുഖ്യ കാർമ്മോത്സവത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നു. പാനൂരിനടുത്ത കുറിച്ചിക്കരയിൽ മരക്കാർ ആപ്പിപ്പുട്ട് ഗ്രിൽ പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒട്ടനവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ചെമ്പാട് കുറിച്ചിക്കരയിൽ പുതിയ ഭക്ഷണ അനുഭവങ്ങൾക്ക് വഴി തെളിയിച്ച് മരക്കാർ ആപ്പിപ്പുട്ട് ഗ്രിൽ പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാർത്ഥികളായ സമ മർസിയ, അബ്ദുള്ള നിയാസ്, ആദം, ഇസ ജാസിം, ആലിയ മറിയം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ സമദ് ബാക്കഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. PP സുബൈദയും ഖദീജയും ആദ്യ വിൽപ്പന നടത്തി.
സ്പെഷ്യൽ മന്തി, മസാല ഷവായ്, ബാഹുബലി ചിക്കൻ, ചൈനീസ് ഐറ്റംസ്, മെക്സിക്കൻ ഷവർമ, ചിക്കൻ ഷവർമ, ബീഫ് ഷവർമ, ചൈനീസ് ഭക്ഷണ വിഭവങ്ങൾ, വൈവിധ്യമാർന്ന ജ്യൂസുകളും ചായയും എന്നിവ ആപ്പിപ്പൂട്ടിൽ ലഭ്യമാണ്. 3 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യ ഹോം ഡെലിവറി സൗകര്യവുമുണ്ട്. തലശ്ശേരി ചിറക്കരയിലെ ആപ്പിപ്പൂട്ട്, കൊളശ്ശേരിയിലെ മരക്കാർ ആപ്പി ഗ്രിൽ പോയിന്റ്, പാനൂരിലെ ശ്രീനാരായണ കല്യാണ പന്തൽ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. വ്യത്യസ്ത ഭക്ഷണ അനുഭവങ്ങൾക്ക് ഈ പുതിയ സംരംഭം ഒരു വിരുന്നായി മാറുമെന്നാണ് പ്രതീക്ഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യലഹരിയിൽ KSRTC ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി ബലരാജൻ. കൂത്തുപറമ്പ് ടൗണിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് അപകടം. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. സംസ്ഥാനതല ബധിര കായികമേള ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ തലശ്ശേരിയിൽ. 800ഓളം ബധിരമൂക കായിക താരങ്ങൾ മാറ്റിരക്കും. മുൻമന്ത്രി PR കുറുപ്പിന്റെ 24ാം ചരമവാർഷികാചരണത്തിന് ജനുവരി 17 സമാപനം. അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് 1 മാസക്കാലം. സമാപനം കുറിച്ച് PR അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.